ഹായ് ഫ്രണ്ട്സ്, ഇതുപോലത്തെ വേസ്റ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകൾ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യും കണ്ണും എത്താത്തിടത്ത് പോലും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇത്തരം കവറുകൾ കൊണ്ട് സാധിക്കും കേട്ടോ. ഇതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളുണ്ട്. ഒന്നുപോലും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാനില്ലാത്ത അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിങ്ങൾ ഹരിതസേന കർമ്മയ്ക്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട് മാക്സിമം ഉപയോഗപ്പെടുത്തിയതിന് ശേഷം കൊടുക്കുക കേട്ടോ. അതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടിപ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കവർ എടുത്ത് ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊന്നും പറ്റാതെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിനുള്ള ഒരു സൂത്രമാണ്. ഞാൻ ഈ കവറിലേക്കാണ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിത് ഉപ്പ് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. 1 സ്പൂൺ അളവിലേ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതാണ് അതില്ലാത്തത്. മാവ് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞാൻ ഈ പൊടിയിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ കൂടുതൽ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലും ആവില്ല, അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന പാത്രത്തിലും ഈ ഗോതമ്പ് ഒന്നും പറ്റി പിടിക്കില്ല. ഇങ്ങനെ ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല. പിന്നെ മാവ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കുഴച്ചതിന് ശേഷം നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ കവറിൽ കവർ ചെയ്തിട്ട് അതുപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഒട്ടും തന്നെ ഒട്ടാതെ നമുക്ക് ഇത് മാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നല്ലൊരു മെത്തേഡാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് വേണ്ടി ഇതുപോലെ കുക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ബോക്സിലിട്ട് വയ്ക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലിട്ട് വയ്ക്കുമ്പോൾ നമ്മളതിന് തനിയെ മൂടിയെല്ലാം വെക്കണം. അപ്പോൾ അതൊന്നും ഇല്ലാന്ന് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. നല്ല വൃത്തിയുള്ള കവർ എടുക്കുക. ക്ലീൻ ചെയ്തിട്ടുള്ള കവറാണ് കേട്ടോ അതെല്ലാം. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമ്മളൊരു സൈഡിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കവറായി നിൽക്കും. പിന്നെ പുറത്തേക്ക് എയർ പോവില്ല. ഫ്രിഡ്ജിനകത്തുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങളിൽ നിന്നും ഒരു ടേസ്റ്റൊന്നും ഇതിലേക്ക് ഇറങ്ങുകയും ചെയ്യില്ല. ഇങ്ങനെയും ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കവറിനുള്ളിലേക്ക് മുഴുവനായിട്ടും ഈ പാത്രത്തെ വെച്ചിട്ടും ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു അച്ചാറിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ബോട്ടിലിന് മുഴുവനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാനിതൊരു കവർ എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിൽ ഒരു മുഴുവൻ കവർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം എക്സ്ട്രാ നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക വെച്ച് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ എണ്ണ പുറത്തേക്ക് പോവില്ല, ലീക്കായി പോകാതിരിക്കാനും അതോടൊപ്പം തന്നെ പൂപ്പൽ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലെ ഒരു കവറിങ് ഉള്ളത് കാരണം മൂടിയിലേക്കും എണ്ണയും അച്ചാറുകളൊന്നും വരില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് സൂക്ഷിക്കുന്ന സമയത്ത് എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ലീക്ക് ഉണ്ടാവില്ല. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഷോക്സുകളൊക്കെ മറ്റ് തുണികളുടെ കൂടെ ചേർത്തിട്ട് നമ്മൾ അലക്കിയെടുക്കാറില്ലല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടോ. ഒരു കവർ എടുക്കുക, എന്നിട്ട് ഈ ഷോക്സുകളെല്ലാം നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യം ഷോക്സ് എല്ലാം വാഷ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഷാമ്പു യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ലതുപോലെ പതയും ചെയ്യും, അതുപോലെ അഴുക്കും പോവും, നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മൾ സോപ്പിൻ്റെ ലിക്വിഡിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ ആദ്യം. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുന്ന സമയത്തിന് നന്നായിട്ട് പത വരും. നന്നായിട്ട് പത വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഇതുപോലെ കെട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കത് അതുപോലെ വെച്ച് വയ്ക്കാം. കവറിൽ തന്നെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള എല്ലാ ബാഡ് സ്മെല്ല് പോവും. നമുക്ക് നല്ലതായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ ഷാമ്പു ഒക്കെ ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഷോക്സ് നല്ല ക്ലീനായിട്ടുണ്ടാവും. ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ടെ ഇങ്ങനെ. അടുത്ത ടിപ്സ് നോക്കാം. ഞാനൊരു കവർ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കിച്ചണിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ലിക്വിഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ സ്റ്റൗവും അതേപോലെ തന്നെ ചുമരിലുള്ള ടൈല് റാക്ക് എല്ലാം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും അഴുക്കായിട്ടുള്ളത് ഞാൻ കുറച്ച് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം സ്റ്റൗവിൻ്റെ മുകളിലേക്കും പിന്നെ അതേപോലെ തന്നെ റാക്കിലെല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു കവർ എടുക്കുന്നുണ്ട്. കവർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഉരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് പത കിട്ടും കേട്ടോ. പതഞ്ഞ് വരും. നമ്മൾ ലിക്വിഡ് ഷാമ്പു മിക്സ് ചെയ്തിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ആയിട്ടുള്ള സ്റ്റൗവുകൾ ഏതാണെങ്കിലും തന്നെ ഒരു മാർക്കോ ഒന്നും വീഴാണ്ട് നല്ല സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഗ്ലാസിൻ്റെ കിച്ചൺ സ്റ്റൗ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ സ്ക്രാച്ച് വരും. അപ്പോൾ ഇങ്ങനത്തെ കവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രാച്ച് വരുന്നത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ കവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സ്റ്റൗവും അതേപോലെ തന്നെ ചുമരിലുള്ള ടൈൽസ് സ്ലാബ് എല്ലാം ഉരച്ച് ക്ലീൻ ആക്കിയിട്ടുള്ളത്. പെട്ടെന്ന് ക്ലീനിങ് കഴിയും കേട്ടോ. ഈ ഒരു കവർ ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിരിക്കും. പിന്നെ ഒരു നല്ലൊരു കോട്ടനെ തുണി നനച്ച് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ക്ലീൻ ആയി കിട്ടും. അപ്പം നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്ലീനിങ് എന്ന് പറയുന്ന ജോലി ഭയങ്കര ഇഷ്ടമായി മാറും. കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ കുക്കറിൻ്റെ ഹാൻഡിൽ ഇടയ്ക്ക് ലൂസായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് ഒരു 2-3 മാസത്തേക്ക് ആ ഒരു പ്രശ്നം വരാതിരിക്കുന്നതിനുള്ള നല്ലൊരു സൂത്രമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുക്കറിനെ ആ ഒരു നെട്ടും ബോൾട്ടും അഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനൊരു കവർ എടുത്തിട്ട് അതൊന്നൊരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ കുറച്ച് മാത്രം സൈസിലുള്ള കവർ മതി കേട്ടോ. ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഇപ്പോൾ ഇതൊന്നും ഇത്രയേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത്രയും നമുക്ക് ആവശ്യം വരില്ല. എന്നിട്ട് ഈ ഒരു കവറിനെ ഇതുപോലെ നമ്മൾ പതുക്കെ വലിച്ചു കൊടുക്കുക. പതുക്കെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് കവറിന് ഇപ്പോൾ ഒരു ചെറിയൊരു അതിൻ്റേതായ ഒരു തിക്നെസ് ഉണ്ടാവില്ല. അതിനെക്കാട്ടിലും വീണ്ടും അത് കനം കുറഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ വലിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ വലിക്കുന്ന സമയത്ത് നല്ലതുപോലെ കനം കുറഞ്ഞ് കിട്ടും. എന്നിട്ട് അങ്ങനെ കനം കുറഞ്ഞതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതില്ലേ നമ്മൾ അഴിച്ചു വെച്ചുള്ള സ്ക്രൂ, ആ സ്ക്രൂവിൽ പതുക്കെ ചുറ്റി കൊടുക്കാം. അങ്ങനെ ചുറ്റുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, സ്ക്രൂവിനുണ്ടാവില്ലേ ഒരു ചെറിയ അരിമ്പ് പോലെ ഉണ്ടാവില്ലേ, ആ ഭാഗം മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കടയിൽ നിന്ന് ഇതിൻ്റെ ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇലക്ട്രിക് കടയിലൊക്കെ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റോൾ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ കവർ ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ നെറ്റിൻ്റെ ഇതില്ലേ സ്ക്രൂവിൻ്റെ കൂടെ വരുന്ന ഈ റിങ്ങും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുക്കറിൻ്റെ മുടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക വേണ്ടത്. അതുപോലെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ക്രൂ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 മാസം വരേക്ക് പിന്നെ ഈ ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനായിട്ട് മറന്നു പോയത്. ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്സ് എന്താ നോക്കാം. ഞാൻ 2-3 കവറുകൾ എടുത്തിട്ട് ഒരേപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നീളത്തിൽ ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല. ഒരു പകുതി വരെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഹാങ് ചെയ്യുന്ന ഭാഗം എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒപ്പം വെച്ചിട്ട് പിന്നെ എക്സ്ട്രാ പുറത്തേക്ക് വലിയ കവറൊക്കെ കുറച്ച് അധികം ഉണ്ടാവില്ലേ, അതൊക്കെ ഒപ്പം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്റ്റിക്ക് എടുക്കുന്നുണ്ട്. ആ സ്റ്റിക്കിലേക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു കേബിൾ ടൈയും കൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാറാലകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഇത് വെച്ച് റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ചുമരിൻ്റെ ഈ ഭാഗത്ത് കുറച്ചൊരു മാറാലുണ്ട്. അപ്പോൾ അടുത്ത് എല്ലാം ക്ലീൻ ചെയ്തുകൊണ്ട് അത്ര അധികം ഇല്ല. അപ്പോൾ ഈ മാറാല നമുക്ക് സിമ്പിളായിട്ട് മുഴുവനായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ കടയിൽ നിന്നൊരു മാറാല കോലൊന്നും വാങ്ങേണ്ട ആവശ്യം വരില്ല. ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ തന്നെ മുഴുവനായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കവറാണ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുന്നേ ഞാൻ കവർ വെച്ചിട്ട് സ്ക്രബ്ബർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് കണ്ടു നോക്കൂ കേട്ടോ. ഫാനിൽ ഇതുപോലെ നന്നായിട്ട് ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡസ്റ്റ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കവർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്തതെന്ന് നോക്കാം. കവർ എടുത്തിട്ട് ഇതുപോലെ ഈ ലീഫ് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ, കവറിനകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് ആ മോൾ ഭാഗം ഇത് അങ്ങനെ വലിച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കവർ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഈ ലീഫിൻ്റെ ബാക്കിലേക്ക് വലിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള എല്ലാ ഡസ്റ്റും നമുക്ക് ഈ കവറിലേക്ക് കിട്ടും കേട്ടോ. കണ്ടോ? ഇതുപോലെ കവർ വെച്ച് ചെയ്യുന്ന സമയത്ത് ഡസ്റ്റൊന്നും പുറത്തേക്ക് പോവുകയില്ല. നമുക്ക് അലർജി പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ.
അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്കിത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ കവർ അങ്ങനെ എടുത്തിട്ട് നമുക്ക് കളയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കവറിൽ നമുക്ക് 2 ബോട്ടിൽ സേഫായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള നല്ലൊരു ട്രിക്കാണ് കേട്ടോ. ആദ്യം ഒരു ബോട്ടിൽ വയ്ക്കുക, എന്നിട്ട് ബോട്ടിൽ വയ്ക്കുന്നത് വെച്ചാൽ ആ കവറിൻ്റെ ഒരു സൈഡിൽ ഏറ്റവും ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കവറിനെ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് അടുത്ത ബോട്ടിൽ ഇതുപോലെ വയ്ക്കുക. അപ്പോൾ എന്നാലും 2 സൈഡിലും ഹാങ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗം പതുക്കെ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 ബോട്ടിലുകളും നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാം. നമ്മൾ പ്രത്യേകിച്ച് പൊട്ടുന്ന ബോട്ടിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാനായിരിക്കും സേഫായിരിക്കുക. അടുത്തൊരു ടിപ്സ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ നോട്ട്ബുക്ക് എടുത്തിട്ടുണ്ട്. നോട്ട്ബുക്ക് തീരെ കനമില്ലാത്ത ഗ്രാഫിൻ്റെ നോട്ടായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാതെ നിങ്ങൾക്ക് തിക്കായിട്ടുള്ള നോട്ടാണ് ഉണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ പുറമുള്ള ആ ഫേസ് കവർ മാത്രം എടുത്താൽ മതി. ഇത് ഒട്ടും തന്നെ കനമില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ആ നോട്ട്ബുക്ക് അങ്ങതുപോലെ വെച്ച് കൊടുക്കുകയാണ്. തിക്കായിട്ടുള്ള നോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫേസ് കവർ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു കവറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. തിക്കുണ്ടാവരുത്. നമ്മളിത് കവറിൽ വെച്ചാലും ഒട്ടും തന്നെ കനം ഉണ്ടാവരുത്, അങ്ങനെ ആയിരിക്കണം. എന്നിട്ട് ഈ കവറിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യോ കണ്ണോ ഒന്നും എത്താത്ത ഭാഗം ഉണ്ടാവില്ല, അവിടെയൊക്കെ എന്തായാലും പൊടി പോയിട്ടുണ്ടാകും. നമ്മൾ ചൂല് വെച്ചിട്ട് അടിച്ചാൽ പോലും നീക്കിയാൽ പോലും വരാത്ത അത്രയും ഡസ്റ്റ് അതിനകത്തുണ്ടാവും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കവറ് വെച്ചിട്ട് ഇതുപോലെ നീക്കി കൊടുക്കുന്ന സമയത്ത് അതിനകത്തു നിന്നുള്ള എല്ലാ ഡസ്റ്റുകളും പുറത്തേക്ക് വരുന്നതായിരിക്കും. ഈ ഒരു ടിപ്സ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.